സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഉന്നത ഭരണസിരാ കേന്ദ്രങ്ങളിലെ വ്യക്തികളെയാണ്. വ്യാഴാഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഹൈഡ്രജൻ ബോംബിൽ ഏവരെയും ഉദ്യോഗത്തിൽ നിർത്തി, ഒരു ഉദ്യോഗജനകമായ നിമിഷത്തിൽ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം പുറത്തുവിടും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്തുവിടാൻ സാധ്യതയുള്ളത് ശബ്ദ സന്ദേശങ്ങളാണ്. അതായത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതും BJP-യുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശബ്ദ സന്ദേശങ്ങളാണ്. വോട്ട് കവർച്ച ആരോപണങ്ങളുടെ ആദ്യം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഹൈഡ്രജൻ ബോംബിലേക്ക് വന്നിരിക്കുന്നത്. അതും പുറത്തുവിടാനുള്ള ലക്ഷ്യം ഇതാണ് വിചാരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംഘടിതമായ ശക്തിയും ബുദ്ധി കേന്ദ്രവും ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. വളരെ സംഘടിതമായ ശക്തിയുണ്ട്, ഒരു ബുദ്ധി കേന്ദ്രമുണ്ട്. ഇത് ആരെന്നുള്ള വിരൽ ചൂണ്ടുന്ന ഹൈഡ്രജൻ ബോംബ് ആരോപണങ്ങളിലൂടെ ആയിരിക്കും. ഉന്നത ഭരണകേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന റെക്കോർഡ് ചെയ്ത ശബ്ദശകലങ്ങളായിരിക്കും പുറത്തുവിടുന്നത് എന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായൊരു സംവിധാനം രൂപപ്പെടുത്തി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം തെളിവുകളോടെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. അതായത് ഒരു സമാന്തര ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രവർത്തിച്ചോ രാജ്യത്ത്, ഒരു സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള വ്യാജേന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് സ്വാധീനിച്ച് പത്രക്കാരെയൊക്കെ വിളിച്ച് അങ്ങനെ വലിയ രൂപത്തിലേക്കുള്ള ഒരു സ്വാധീനം നടത്തി ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു. അതിൻ്റെ ശബ്ദശകലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്, ഫോൺ സംഭാഷണമൊക്കെ ഉള്ളത് എടുത്ത് പുറത്ത് വിടും എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു വിഷയമാണ് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പുറത്ത് വിടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.